ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുവിധം പേരുടെയും ഫേവറേറ്റ് ആയിരിക്കും ഇളനീർ കൊണ്ടുള്ള സ്വീറ്റ്സ് അല്ലേ? പാർട്ടികളിലൊക്കെ ഇളനീർ പുഡിങ്, ഇളനീർ ഐസ്ക്രീമൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമായിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ ഇളനീർ പുഡിങ്ങിൻ്റെയും ഇളനീർ പായസത്തിൻ്റെയും നല്ല കിടിലൻ റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്നല്ലേ? ഇളനീർ കൊണ്ട് നല്ല അടിപൊളി ചീസ് കേക്കാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള മാംഗോ ചീസ് കേക്ക്, പിന്നെ സ്ട്രോബെറി ചീസ് കേക്ക്, ഇതിനേക്കാളൊക്കെ പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ടുള്ള ചീസ് കേക്കിനേക്കാളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് ഈ ഇളനീർ ചീസ് കേക്ക്. അതുമാത്രമല്ല, ഞാൻ ഇളനീർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങിനേക്കാളും പായസത്തിനേക്കാളും ഒക്കെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഓൾറെഡി സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇളനീർ ഒഴികെ ബാക്കി ചേരുവകളെല്ലാം ഏകദേശം സെയിം ആണെങ്കിലും മെത്തേഡ് മുന്നേ ഉണ്ടാക്കിയതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായി ബെലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്താട്ടോ. ചീസ് കേക്കിന് ബേസ് ആയിട്ട് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ ലെയർ അത്യാവശ്യം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബിസ്ക്കറ്റ് കൂടുതൽ എടുക്കാം. ഇതിന് 1/4 കപ്പ് പാൽ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ ബട്ടർ എടുക്കാം. കേക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോം മോൾഡിൽ ബിസ്ക്കറ്റ് ഇതുപോലെ നല്ല പോലെ സെറ്റ് ചെയ്ത് ലെവലാക്കി എടുക്കാം. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഡൈജസ്റ്റീവ് അല്ലെങ്കിൽ മാരിഗോൾഡ് ബിസ്ക്കറ്റ്, അതും അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. പക്ഷേ ഇളനീർ ചീസ് കേക്കിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് അത്ര നന്നായിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇളനീർ ചീസ് മിക്സ് റെഡിയാക്കി എടുക്കുന്നത് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തത് ഇനി ഒരു ഇളനീറിൻ്റെ മുഴുവൻ കാമ്പ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് മിക്സിയിൽ 1/4 കപ്പ് പാലും 1/4 കപ്പ് ഇളനീർ വെള്ളവും ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ആദ്യം അരച്ചെടുക്കാൻ പാകത്തിനുള്ള പാൽ മാത്രം ചേർത്തൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ബാക്കി പാലും പിന്നെ ഇളനീർ വെള്ളവും ചേർത്ത് ഒന്നുകൂടെ അടിക്കാം. ആദ്യമേ എല്ലാം ഒരുമിച്ച് അടിച്ചാൽ ഇളനീർ പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടില്ല. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ 300 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് പഞ്ചസാര അല്ല മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടിൻ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കാം. ഇത് ചീസിലേക്ക് മാത്രമുള്ള മധുരമല്ല കേട്ടോ. നമ്മളിതിലേക്ക് ഇനി തിക്ക് ക്രീമും അരച്ചു വെച്ചിരിക്കുന്ന ഇളനീർ പൾപ്പും ചേർക്കും. അപ്പോൾ അതിലേക്ക് കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡിന് പകരം മുഴുവൻ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ പകുതി പഞ്ചസാര പകുതി മിൽക്ക് മെയ്ഡ് അങ്ങനെയും ചേർക്കാം. ഇതിൽ ക്രീം ചീസ് മിക്സ് ആവാതെ ലെംസായി കിടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ സാരല്ല, ബാക്കി ചേരുവകളെല്ലാം ചേർക്കുമ്പോൾ അത് മിക്സായി വന്നോളും. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 125 ml 2 പാക്കറ്റ് തിക്ക് ക്രീമും പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന ഇളനീർ പൾപ്പും ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ മുന്നത്തെ എൻ്റെ ചീസ് കേക്കിൻ്റെ വീഡിയോയിൽ എല്ലാം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ജലാറ്റിൻ ചേർക്കാം. 8 ഗ്രാമോളം ജലാറ്റിൻ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കിയതാണിത്. ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മൈക്രോവേവ് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ ജലാറ്റിൻ മെൽറ്റായി കിട്ടും. ഇതിൽ നിന്ന് 1/4 ഭാഗത്തോളം ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം. ബാക്കി 1/4 ഭാഗം ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചാണ് സെറ്റാക്കുന്നത്. അതെന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇതൊരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാം. ആ സമയം കൊണ്ട് അടുത്ത ലെയറിന് വേണ്ടി ഒരു 600 ml ഇളനീർ വെള്ളത്തിൽ ഏകദേശം 7 ഗ്രാം ജലാറ്റിൻ മെൽറ്റാക്കിയത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇളനീർ വെള്ളത്തിൽ മധുരം കുറവായത് കൊണ്ട് ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് പകുതി നമുക്ക് ഇളനീർ ചീസ് മിക്സിൻ്റെ മുകളിലായിട്ട് മെല്ലെ മെല്ലെ ഒഴിച്ചെടുക്കാം. ഇതും ഇനി 20 മിനിറ്റ് ഒന്ന് സെറ്റാക്കാനായി ഫ്രീസറിൽ വെക്കാം.
ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വേറെ പാത്രത്തിൽ സെറ്റാക്കാൻ വെച്ചിരിക്കുന്ന ഇളനീർ ചീസ് മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് മിക്സ് നന്നായി സെറ്റാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇളനീർ കാമ്പ് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള ഇളനീർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇളനീർ ചീസ് കേക്ക് ഇത് അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാനൊക്കെ എൻ്റെ സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ വീഡിയോ കാണാൻ മറക്കരുതേ. ആദ്യമായിട്ട് ചീസ് കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. ഈ ഇളനീർ ചീസ് കേക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ബിസ്ക്കറ്റ് ലെയറും ഇളനീർ വെള്ളത്തിൻ്റെ ലെയറും ഒന്നും വേണമെന്നില്ല. വെറുതെ ഇളനീർ ചീസ് മിക്സ് സെറ്റ് ചെയ്ത് കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇത് കാണാനും വലിയ മോശമൊന്നുമില്ലല്ലോ അല്ലേ? അത്യാവശ്യം മൊഞ്ചൊക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.